ഫിസിക്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെയാണ് +2 സോഷ്യോളജിക്കാർക്കുള്ള ഓണം എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ 6 ചാപ്റ്റേഴ്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, എസ്എ ചോദ്യങ്ങൾ PYQൽ വന്നിട്ടുള്ളത് ഏതൊക്കെയാണ്, അങ്ങനെ പറഞ്ഞിട്ടൊരു 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഹോം പേജിൽ ലേറ്റസ്റ്റ് വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ ഒരു 3-4 കൊല്ലങ്ങളിൽ ഓണം എക്സാമിന് സോഷ്യോളജിയിൽ ചോദിച്ചിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാനുള്ള റീസൺ, നമുക്ക് സോഷ്യോളജിക്കകത്ത് എന്താണ് ഇവിടെ കണ്ടില്ലേ, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 11 to 15 ഈച്ച് ക്യാരീസ് 2 scores. അതായത് ഇതിനകത്ത് ചോയ്സ് വരുന്നില്ല. ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻ്റെ സെക്ഷനിൽ മാത്രം നമ്മൾ എത്ര ചോദ്യങ്ങളുണ്ടോ അത്രയും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് നിർബന്ധമായിട്ടും. ബാക്കി എല്ലാ വിഷയത്തിലും ഇതിനകത്ത് തന്നെ ബാക്കി എല്ലാ സെക്ഷൻസിലൊക്കെ നമുക്ക് ചോയ്സ് ഉണ്ട്. പക്ഷേ ഈ സോഷ്യോളജിയിൽ മാത്രം 2 മാർക്കിൻ്റെ സെക്ഷനിൽ മാത്രം എന്തില്ല, ചോയ്സ് ഇല്ല. ബാക്കി 8 മാർക്കും ബാക്കിയുള്ള 1 വേർഡ്സിലൊക്കെ ചോയ്സ് ഉണ്ട്. പക്ഷേ ഈ 2 മാർക്കിൻ്റെ സെക്ഷനിൽ നിലവിലത്തെ ഒരു അവരുടെ ഒരു പാറ്റേൺ പ്രകാരം ചോയ്സ് ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഡിപ്പെൻഡൻസി റേഷ്യോ, ആശ്രിത അനുപാതം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. പിന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹ്യ ശ്രേണീകരണം, ഞാൻ ഈ ഓരോ ചാപ്റ്റർ കൂടി പറഞ്ഞു തരാം കേട്ടോ, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളതെന്നുള്ളത്. ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുമ്പോൾ 2ാമത്തെ പാഠത്തിലുള്ള കോമൺ കോൺസെപ്റ്റ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഡിപ്പെൻഡൻസി റേഷ്യോ വരുന്നത്. ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 5ാമത്തെ പാഠത്തിൽ ബിഗിനിങ്ങിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ, ഒരു കോൺസെപ്റ്റാണ് സാമൂഹ്യ ശ്രേണീകരണം. ഇനി ഡിഫൈൻ ദ ടേം കോമൺ സെൻസ് മാപ്പ്, സാമാന്യബോധ ഭൂപടം എന്ന പദം നിർവചിക്കുക. ഇത് നമ്മുടെ 1ാമത്തെ പാഠത്തിലുള്ളതാണ്. ഓക്കെ, കോമൺ സെൻസ് മാപ്പും ജോഗ്രഫിക്കൽ മാപ്പും എന്ന് പറഞ്ഞിട്ടൊരു സോഷ്യൽ മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ കോമൺ സെൻസ് മാപ്പ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് പോവുക. വാട്ട് ഡു യു മീൻ ബൈ ഹ്യുണ്ടി സിസ്റ്റം, അതായത് ഹ്യുണ്ടി വ്യവസ്ഥിതി എന്നതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്താണ്? ഇത് ആക്ച്വലി നമ്മുടെ 4th ചാപ്റ്ററിൽ വരുന്ന ഒരു സംഭവമാണ്. മാർക്കറ്റിനെ പറ്റി പഠിക്കുന്ന ആ ഒരു ചാപ്റ്ററിനകത്താണ് ഈ ഒരു സിസ്റ്റത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ ടേം ഡെമോഗ്രഫിക് ഡിവിഡൻഡ്, ജനസംഖ്യ ലാഭവിഹിതം എന്ന പദം വിശദീകരിക്കുക. ഇത് നമ്മുടെ 2ാമത്തെ പാഠത്തിനകത്താണ് ഡെമോഗ്രഫിക് ഡിവിഡൻഡിനെ പറ്റിയിട്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു, ഐ തിങ്ക് ഇത് കഴിഞ്ഞ കൊല്ലം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇത്രയെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് അടുത്ത് 2024 ആ ഒരു ചോദ്യ പേപ്പറിൽ ഇത് എവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് പ്രിയർ നോളജ് എന്താണ്? ഓക്കെ, മുന്നറിവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് 1ാമത്തെ പാഠത്തിൽ ഫസ്റ്റ് പഠിക്കുന്ന കോൺസെപ്റ്റാണ് പ്രിയർ നോളജ്. ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റാറ്റസ് സിമ്പൽ, പദവി ചിഹ്നം എന്താണ്? നമ്മുടെ മാക്സ് വെബർ കൊണ്ടുവന്ന ഒരു ആശയമാണ്. ഇതും നമ്മുടെ 4th ചാപ്റ്ററിനകത്ത് പഠിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതിൽ ആക്ച്വലി എക്സാക്ട് പറയുകയാണെങ്കിൽ കമ്മോഡിറ്റൈസേഷൻ ആൻഡ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്തായിട്ടാണ് ഈ ഒരു സ്റ്റാറ്റസ് സിമ്പലിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നത് സോഷ്യൽ എക്സ്ക്ലൂഷനാണ്, സാമൂഹിക ബഹിഷ്കരണം. ഇതും 5ാമത്തെ പാഠത്തിലെ തുടക്കത്തിൽ തന്നെയുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കുക. ആൻഡ് ഓൾസോ ഫോമൽ ഡെമോഗ്രഫി എന്താണ്? ദറ്റ് ഈസ് ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇത് നമ്മുടെ 2ാമത്തെ പാഠത്തിൽ തുടക്കത്തിൽ ഡെമോഗ്രഫി എന്താണെന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെ പദങ്ങളിൽ നിന്നും രൂപപ്പെട്ട് വന്നു. ഡെമോഗ്രഫി 2 തരത്തിലുണ്ട്, ഫോമലും ഇൻഫോമലും എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് അത് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത് കമ്മോഡിഫിക്കേഷൻ എന്താണ്? ഓക്കെ, ദാറ്റ് ഈസ് വസ്തുവൽക്കരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതും 4ാമത്തെ പാഠത്തിൽ വരുന്ന ആ ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, സോ ഇത്രയാണ് 2 മാർക്കിന് 24 ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത് വേറൊരു കൊല്ലം ചോദിച്ചിട്ടുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, സോ ആദ്യമേ തന്നെ ഡിഫൈൻ സെൽഫ് റിഫ്ലെക്സിവിറ്റി, സ്വയം പ്രതിഫലനം എന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യാം. കാരണം പബ്ലിക് എക്സാമിന് ഉൾപ്പെടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സെൽഫ് റിഫ്ലെക്സിവിറ്റി. ഓക്കെ, 1 വേർഡിനോ 2 മാർക്കിനോ എവിടെയെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് തന്നെ വരുമോ എന്നറിയില്ല, പക്ഷേ ചിലപ്പോൾ 1 വേർഡിനായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് പഠിച്ചിട്ട് പോവുക. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്, 1ാമത്തെ പാഠത്തിൽ പഠിക്കുന്ന ഒരു ചെറിയൊരു കാര്യമാണ്. അടുത്ത് വാട്ട് യു മീൻ ബൈ സെക്സ് റേഷ്യോ, ഇത് നമ്മുടെ 2ാമത്തെ പാഠത്തിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. ലിംഗാനുപാതം എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ 2ാമത്തെ പാഠത്തിലെ കോമൺ കോൺസെപ്റ്റ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, അതിനകത്ത് വരുന്നൊരു കാര്യമാണിത്. ഇനി എക്സ്പ്ലെയിൻ സാൻസ്കൃതൈസേഷൻ, സംസ്കൃതവൽക്കരണം വിശദീകരിക്കുക. ഇത് ആക്ച്വലി വരുന്നത് നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിനകത്താണ്. ഓക്കെ, അത് ഇന്നലെ ഞാൻ ചെയ്ത ആ ഒരു വീഡിയോയ്ക്കകത്ത് ഓരോ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. സോ അതിനകത്ത് ഞാൻ കറക്റ്റായിട്ട് ഈ സാൻസ്കൃതൈസേഷനൊക്കെ എവിടെയാണെന്നുള്ളത് മാർക്ക് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവാം. 3ാമത്തെ ചാപ്റ്ററിനകത്താണ് വരുന്നത്. ഒരു മിഡിൽ പോർഷനിലൊക്കെയാണത്
വരുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. അതിനകത്ത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആബ്സെൻറ്റി ലാൻഡ് ലോഡ്സ് ഓഫ് എം.എൻ. ശ്രീനിവാസ്. എം.എൻ. ശ്രീനിവാസിൻ്റെ ആബ്സെൻറ്റി ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? എം.എൻ. ശ്രീനിവാസിൻ്റെ സ്ഥലത്തില്ലാത്ത ഭൂ ഉടമകൾ എന്ന ആശയം എന്ത് ചെയ്യുക, വിശദീകരിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് 2 മാർക്കിന്. ഇതും നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ആബ്സെൻറ്റി ലാൻഡ് ലോഡ്സ് ആണ്. അടുത്ത ഡിഫൈൻ ദ ടേം കമ്മോഡിഫിക്കേഷൻ. അഗെയിൻ കണ്ടോ, റിപ്പറ്റീഷൻ ആണ്. സോ കമ്മോഡിഫിക്കേഷൻ, വസ്തുവൽക്കരണം എന്താണ്, 4ാമത്തെ പാഠത്തിലുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സ്പീഡായി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം വീഡിയോയുടെ ലെന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്പീഡിൽ പറയുന്നത്. ആൻഡ് എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് റിപ്ലൈ ഇട്ട് തരാം. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം. അടുത്ത് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ സോഷ്യൽ മാപ്പ് ആൻഡ് ജോഗ്രഫിക്കൽ മാപ്പ്. സോ അത് നിങ്ങൾ നോക്കുക. സാമൂഹ്യ ഭൂപടവും ഭൂമിശാസ്ത്ര ഭൂപടവും തമ്മിൽ വേർതിരിച്ച് എഴുതുക എന്നുള്ളൊരു സംഭവമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി കണ്ടിട്ടുള്ളത് ആ ഒരു കോമൺ സെൻസ് മാപ്പ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ ഈ ഒരു സോഷ്യൽ മാപ്പ് ജോഗ്രഫിക്കൽ മാപ്പും ഒക്കെ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു 2-3 കൊല്ലം മുന്നേ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഒരു ടൈമിലൊക്കെയാണ് കുറച്ചുകൂടി റെപ്പറ്റേറ്റീവായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അഡീഷണൽ ടെക്സ്റ്റൊക്കെ വന്നതുകൊണ്ട് ഈ ഒരു മാപ്പിൻ്റെ ക്വസ്റ്റ്യൻ അധികം ഈ സോഷ്യൽ മാപ്പും ജോഗ്രഫിക്കൽ മാപ്പും അങ്ങനെ ചോദിക്കാറില്ല. എങ്കിലും നോക്കി വയ്ക്കുക, ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് വരുന്ന കാര്യമാണ്. ഇനി ഡിഫൈൻ ദ ടേം ഗ്ലോബലൈസേഷൻ. ആഗോളവൽക്കരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇത് നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് എവിടെ നിന്ന് വന്നു ചോദിക്കും. ഇതെവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതാണ് 4th ചാപ്റ്ററിനകത്താണ് വരുന്നത്. 4th ചാപ്റ്ററിനകത്ത് അവസാനം ഈ ഒരു ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം എന്നൊക്കെ. അപ്പോൾ അതിനകത്ത് നിന്നാണ് ആ ഒരു ഗ്ലോബലൈസേഷൻ്റെ ചോദ്യം എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത് ഡിസ്ക്രൈബ് ദ ടേം കൾച്ചറൽ ഡൈവേഴ്സിറ്റി. സാംസ്കാരിക വൈവിധ്യം എന്ന പദം വിവരിക്കുക. ആക്ച്വലി ഇത് ഒരു എന്താ പറയുക, നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 6ാമത്തെ ചാപ്റ്ററിലാണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റിനെ പറ്റി പഠിക്കുന്നത്. അവിടെ കറക്റ്റ് കൾച്ചറൽ ഡൈവേഴ്സിറ്റിക്ക് ഒരു ഡെഫിനേഷനോ കാര്യങ്ങളോ ഒന്നും അത്രയ്ക്ക് നല്ല രീതിക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഈ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പല കൾച്ചേഴ്സിലുള്ള ആൾക്കാരല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ എടുത്ത് നോക്കിയാലും പല സംസ്കാരത്തിലുള്ള ആൾക്കാരാണ് ഒരുമിച്ച് ജീവിച്ചു പോകുന്നത്. സോ ആ ഒരു പല കൾച്ചേഴ്സിൻ്റെ ഒരു ബ്ലെൻഡാണ് ഈ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ദെൻ അടുത്ത ഡിഫൈൻ സാൻസ്ക്രിതൈസേഷൻ. സംസ്കൃതവൽക്കരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതും ഞാൻ നേരത്തെ കണ്ടതാണല്ലോ നമ്മൾ വേറൊരു ചോദ്യ പേപ്പറിൽ. ഇതെവിടെ വരികയാണ്? 3ാമത്തെ ചാപ്റ്ററിലാണ് വരുന്നത്, സാൻസ്ക്രിതൈസേഷൻ. ഓക്കെ, ദെൻ അടുത്ത ഷോർട്ട് നോട്ട് ഓൺ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഓക്കെ, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നേരത്തെ നമ്മളൊരു ചോദ്യ പേപ്പറിൽ കണ്ടതാണ്. ദാറ്റ് ഈസ് ജനസംഖ്യാപരമായ ലാഭവിഹിതത്തെക്കുറിച്ചിട്ട് ചെറിയ കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് 2ാമത്തെ പാഠത്തിലാണ് കേട്ടോ വരുന്നത്, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഇനിതാ അടുത്തൊരു ചോദ്യ പേപ്പറിലുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമതായിട്ട് ദ ഗുഡ്സ് ദാറ്റ് പീപ്പിൾ ബൈ ആൻഡ് യൂസ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ദർ സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി. ഇത് ഏത് കോൺസെപ്റ്റാണ്, ആര് കൊണ്ടുവന്നു? ഈസിയാണ്. അതായത് നമ്മൾ നേരത്തെയും കണ്ടതാണ്, മാക്സ് വെബർ കൊണ്ടുവന്നിട്ടുള്ള ഏതാണ്, സ്റ്റാറ്റസ് സിമ്പൽ, പദവി ചിഹ്നം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഗുഡ്സ് ദാറ്റ് പീപ്പിൾ ബൈ ആൻഡ് യൂസ്. ആൾക്കാർ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന വസ്തുക്കളെന്ന് പറയുമ്പോൾ അവർക്ക് സമൂഹത്തിലുള്ള സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത് അല്ലേ. ഇപ്പം ഞാനൊരു എന്താ പറയുക, എനിക്ക് അത്യാവശ്യം ഞാൻ റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ അത്രയും ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതെൻ്റെ സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. നമ്മൾ യൂസ് ചെയ്യുകയും നമ്മൾ വാങ്ങുകയും യൂസ് ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ, മീൻസ് സാധനങ്ങളൊക്കെ, ഗുഡ്സൊക്കെ നമ്മൾ എന്താണ് കാണിക്കുന്നത്? സൊസൈറ്റിയിൽ നമുക്കുള്ള സ്റ്റാറ്റസ് ആണത് ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് മാക്സ് വെബർ ആ ഒരു സ്റ്റാറ്റസ് സിമ്പൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എയുടെ ഉത്തരം എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റാറ്റസ് സിമ്പൽ എന്ന് എഴുതാം. ബി എന്ന് പറയുമ്പോൾ മാക്സ് വെബർ ആണത് കൊണ്ടുവന്നെന്ന് എഴുതാം. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇതിൽ നോക്കിയ ആ ഒരു നമ്മളിപ്പോൾ കണ്ട ചോദ്യത്തിൻ്റെ മലയാളം മീഡിയമാണ്. ജനങ്ങൾ സാധനങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് അവരുടെ സാമൂഹിക പദവിയുമായി അടുത്ത ബന്ധം പുലർത്തുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ആശയം ഏതാണ്? ഈ ആശയം എന്ന് പറയും പദവി ചിഹ്നമാണ്. ആൻഡ് അത് കൊണ്ടുവന്നത് മാക്സ് വെബറാണ്. ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇത് നമുക്ക് നേരത്തെ നമ്മൾ വേറെ രീതിക്ക് അവിടെ കണ്ടതാണല്ലോ. പിന്നെ അടുത്ത് വരുന്നത് ഡിഫൈൻ അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റി എന്താണ്? അൺടച്ചബിലിറ്റി ആക്ച്വലി 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യമാണ്. എസ്സേയുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. സോ ഇവിടെ ഇപ്പോൾ 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഇൻവിസിബിൾ ഹാൻഡ്. ഓക്കെ, ഈ അൺടച്ചബിലിറ്റി വരുന്നത് എവിടെയാണ്? ചാപ്റ്റർ 5 കേട്ടോ വരിക. ഇനി അടുത്ത് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഈ ഒരു ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ 4th ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിൽ ഏറ്റവും ഫസ്റ്റ് ടോപ്പിക്കിനകത്താണ് വരുന്നത്. ഓക്കെ, എന്താണ് ഇൻവിസിബിൾ ഹാൻഡ് എന്നുള്ളത്. ഇനി അടുത്തൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്.
നമ്മുടെ ഫാമിലീനെ പറ്റി പഠിക്കുന്നുണ്ടല്ലോ, 3rd ചാപ്റ്ററിൻ്റെ അവസാനമായിട്ട് നമ്മൾ ഫാമിലീനെ പറ്റി പഠിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അതിനകത്ത് നിന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇൻഹെറിറ്റൻസും ദെൻ ആ ഒരു ഗ്രാഫ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പാട്രിലീനിയൽ, മാട്രിലീനിയൽ, മാട്രിയാർക്കൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഫാമിലിയുടെ ആ ഡൈവേഴ്സ് ഫോംസ് ഉണ്ടല്ലോ അതത്ര നിർബന്ധമായിട്ടും അതിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക. ഈ രീതിക്കോ അല്ലെങ്കിൽ കൂടുതലായിട്ടും ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് തന്നെ ഒന്ന് പഠിച്ചിട്ട് പോവാം. ഓക്കെ, പിന്നെ ഡിഫൈൻ ഡെമോഗ്രഫിക് ഡിവിഡൻഡ്. ഈ ഒരു ചോദ്യം കണ്ടോ, പലതവണ നമ്മൾ മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ ഈ ഒരു PQയിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഓണം എക്സാമിൻ്റെ PQs ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് 3 വട്ടം 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ ചോദ്യങ്ങളുടെ മലയാളം മീഡിയം കൂടി നോക്കാം. അസ്പൃശ്യത നിർവചിക്കുക. അസ്പൃശ്യത എന്നൊക്കെയാണ്, അസ്പൃശ്യത എന്നല്ലേ പറയുക. ദാറ്റ് ഈസ് നമ്മുടെ തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി, അതാണ് കേട്ടോ. സോ ഇത് ആക്ച്വലി 8 മാർക്കിൻ്റെ ചോദ്യമാണ്, പക്ഷേ ഇവിടെ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 5ാമത്തെ പാഠത്തിലാണ് ആ ഒരു ടോപ്പിക്ക് വരുന്നത്. ഇനി അടുത്ത് അദൃശ്യകരം എന്ന സങ്കല്പം നിർവചിക്കുക. അദൃശ്യകരം എന്താണ്? സോ ഇത് 4ാമത്തെ പാഠത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീൻസ് ഒരു വലിയ ടോപ്പിക് ഉണ്ട്, അതിനകത്താണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിയിട്ട് പോവുക. പിന്നെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വംശപരമ്പര, എന്താണ് പിതൃദായകം, അടുത്ത മാതൃദായകം വരും. പിന്നെ അടുത്ത് പിതൃമേധാവിത്വം, മാതൃമേധാവിത്വം. ഇത് ആക്ച്വലി നമ്മുടെ കുടുംബത്തെ പറ്റി പഠിക്കുന്നുണ്ടല്ലോ. 3ാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? മീൻസ് ഫാമിലിനെ പറ്റി പഠിക്കുന്നുണ്ട്, അതിൻ്റെ പലതരത്തിലുള്ള രൂപങ്ങളെ പറ്റിയിട്ട് അല്ലേ. അപ്പോൾ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അത് ആക്ച്വലി ഷോർട്ടസേക്ക് വരുന്നൊരു ടോപ്പിക്കാണ്. എവിടെ ഇപ്പോൾ 2 മാർക്കിനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത് ജനസംഖ്യാ ലാഭവിഹിതം. ഈ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നമ്മളിപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഓണം എക്സാമിൻ്റെ PQs മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് മാത്രമായിട്ട് 2 മാർക്കിൻ്റെ സെക്ഷനിൽ 3ാമത്തെ വട്ടമാണ് ഈ ഒരു ജനസംഖ്യാ ലാഭവിഹിതം എന്ന് പറഞ്ഞ ചോദ്യം നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാത്രമല്ല, ഇതിൽ കാണിച്ച എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോകുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമുക്കിത് മാത്രം 2 മാർക്കിന് വരുമെന്നല്ല പറയുന്നത്, ഇത് PYQസിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. സോ അതുകൊണ്ട് തന്നെ ഇതിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പഠിച്ചിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോഴേ ഒന്ന് പഠിച്ച് എന്താണ് ആശയം എന്നുള്ളത് മനസ്സിലാക്കി വെക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസ് കൂടി ഒന്ന് നോക്കുക. നമ്മുടെ ഹോം പേജിനകത്ത് ഇപ്പോൾ ഇന്ന് രാവിലെയൊക്കെ ഇട്ട വീഡിയോസ് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇപ്പോൾ ഈ പറഞ്ഞതിലുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരണമെങ്കിലോ ഒക്കെ നിങ്ങൾ പറയാം, മെസ്സേജ് ഇടുക, മീൻസ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, ഞാനത് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഇത് ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.